ചോദ്യമാണ്. പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ് പാർട്ട് 2 എന്നുള്ളതാണ്. ഇപ്പോൾ വിജയ് ചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലം പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു. എന്താ പറയുക, മഴക്കാലത്തെങ്കിൽ മഴക്കാലത്തോടെ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരുടെയും നിങ്ങൾക്ക് എപ്പോൾ മഴ വേണമെന്ന് ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാൻ ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാൻ പറഞ്ഞു. അത് മാത്രമല്ല, അത് നിങ്ങൾക്കാണ് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ഇപ്പൊ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിന്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിന്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും.